അതാണ് ഗോപികാഗീതം. ജയതി തേധികം ജന്മനാവ്രജ ശ്രഗത ഇന്ദിരാ ശശ്വതത്രഹി. അവരെന്താ പ്രാർത്ഥിക്കണത്? ജയതി തേ അധികം. ജയിക്കട്ടെ. ആര് ജയിക്കട്ടെ? ഭഗവാൻ ജയിക്കട്ടെ. പോരാ, ഈ വൃന്ദാവന ഭൂമി ജയിക്കട്ടെ. അധികം ജയതി, അധികം ജയിക്കട്ടെ. ഇതിനേക്കാളധികം, വൈകുണ്ഠത്തെക്കാളധികം. എന്താ കാരണം? ശ്രഗത ഇന്ദിരാ ശശ്വതത്രഹി. ആ ഇന്ദിരാ ഭഗവതി ആരാ? ലക്ഷ്മി ദേവി വൃന്ദാവനത്തിലാപ്പോൾ. വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാന്റെ കാര്യമൊക്കെ പരിങ്ങല. അതേ രാവിലെ എണീക്കുമ്പോൾ ആരെ കാണില്ല. അവൾ ആസ്കിൽ ചുക്കുവെള്ളും കാസറോളിൽ 2 ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ആര് പോരും? ലക്ഷ്മി ദേവി വൃന്ദാവനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക. കൃഷ്ണൻ്റെ പിന്നാലെ കാളിയ നർത്തനം, ഗോവിന്ദാഭിഷേകം ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ആരെത്തും? 5-5:15 ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തും. അപ്പം ഭഗവാൻ ചോദിക്കുക, എവിടെ പോയതാ? എത്ര നേരെ? ഉച്ചയ്ക്കൊക്കെ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഞാൻ കൃഷ്ണൻ്റെ ലീലകൾ കാണാൻ പോയതാണ്. ഇന്ന് കാളിയ മർദ്ദനായിരുന്നു, നാളെ ഗോവിന്ദാഭിഷേകം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് കൃഷ്ണൻ, ഞാൻ തന്നെയാണ്, ഇവിടെ ഇരുന്നാൽ പോരെ? അത് പോരാ, അങ്ങനെയാണ് കൃഷ്ണൻ നിൽക്കി നിശ്ചണ്ട് നിശ്ചല്യായല്ല. ശതാഭിഷേകത്തിൻ്റെ ഫോട്ടോയേക്കാൾ നല്ലത് കല്യാണ ഫോട്ടോ അല്ലേ? രണ്ടും ഒന്നാ പറഞ്ഞിട്ട് കാര്യമില്ല, വ്യത്യാസമുണ്ട്. കൃഷ്ണൻ എവർഗ്രീൻ എന്നാണ്, മറ്റത് പുരാണ പുരുഷൻ എന്നാണ്. പഴയ ഒരു അത്രയേ ഉള്ളൂ. വിഷ്ണു ഭഗവാന് മോശക്കാരൻ എന്നല്ല പറയണത്, പക്ഷേ സൗന്ദര്യം കുറച്ച് ആണ്, കുറച്ചുകൂടി ഒരു ആകർഷണം ഉള്ളത് കൃഷ്ണനായതുകൊണ്ട്. ശ്രഗത ഇന്ദിരാ ശശ്വത് അത്രഹി. ആ ലക്ഷ്മി ദേവി പോലും വൈകുണ്ഠം വിട്ട് ഇവിടെ ഇരിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് വൈകുണ്ഠം മോഹിക്കണോ? ഞങ്ങൾക്ക് മോഹമില്ല, ഞങ്ങൾക്ക് വൃന്ദാവനം മതി. ഇതാണ് ശ്രഗത ഇന്ദിരാ ശശ്വത് അത്രഹി. ദയിതദർശ്യതാം ദിക്ഷു താവകാഹ. അതാണ് അവർക്കുണ്ടായ മാറ്റം. താവകാഹ എന്താ പറഞ്ഞത്? കുറച്ച് മുന്നേ എൻ്റെ കൃഷ്ണൻ എന്നായിരുന്നു, ഇപ്പം മാറ്റി. ഞങ്ങൾ അങ്ങയുടെ അല്ലേ, ആ ഭാവമാണ്. അല്ല, അഹന്തല്ല. എൻ്റെ കൃഷ്ണൻ എന്ന് പറയണ്ട, കൃഷ്ണൻ്റെ ഞാൻ. താവകാഹ ത്വയി ധൃതാസവസ്തുവാം വിചിന്വതേ. അങ്ങ് ഞങ്ങളെ കൈവിടരുതേ. എത്ര സങ്കടങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. കുറച്ച് മുന്നേ വലിയ മഴ പെയ്തപ്പോൾ അങ്ങ് രക്ഷിച്ചു. ഇപ്പം ഞങ്ങളുടെ കണ്ണീരാകുന്ന മഴ അങ്ങ് കാണില്ലേ? എന്താ അങ്ങ് രക്ഷിക്കാത്തോ? കുറച്ച് മുന്നേ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചില്ലേ? ഇപ്പം ഞങ്ങളുടെ വിരഹാഗ്നി അങ്ങ് കാണില്ലേ? എന്താ അങ്ങ് രക്ഷിക്കാത്തത്? എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം അവർ പറയാൻ തുടങ്ങി, ഇനി വേണ്ട, ഞങ്ങൾ നിർത്തുകയാണ്. ക്രമത്തിൽ ഓരോരോ ലീലയിലൂടെ അങ്ങയിൽ വിശ്വാസം ഉണ്ടാക്കി തീർത്ത് ഇപ്പോൾ ഈ കാട്ടിൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയില്ലേ? ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ ഞങ്ങളെ ശല്യം ചെയ്യണമില്ല, അങ്ങേക്ക് ഞങ്ങളോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. ഞങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിർത്തി, ഞങ്ങളുടെ അന്വേഷണം നിർത്തി. ഞങ്ങൾക്കൊരൊറ്റ വിഷമേ ഉള്ളൂ, ഞങ്ങളെ പറ്റിക്കാനായിട്ട് അങ്ങനെ ഓടി നടക്കുമ്പം ഒളിച്ചു നിൽക്കുമ്പോഴൊക്കെ അങ്ങയുടെ ആ പിഞ്ചു പാദം ഇവിടെയുള്ള കല്ലും മുള്ളും കൊണ്ട് വേദനിക്കുമോ എന്നൊരു സങ്കടം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇനി അങ്ങ് സ്വസ്ഥമായിട്ടിരുന്നോളൂ, പുറത്തേക്ക് വന്നോളൂ, ഞങ്ങൾ അങ്ങനെ ശല്യം ചെയ്യാൻ വരണില്ല എന്ന് പറഞ്ഞ് അവർ ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇനി പോവാം ആണ്. കാരണം അവരുടെ അഹന്ത പോയി, അവർ കരയാൻ തുടങ്ങി. തൽ ദുഃഖ ദുഃഖിത്വം തൽ സുഖ സുഖിത്വം തന്മയത. ആ തന്മയീഭാവം അവർക്ക് വന്നു. കാരണം അവർക്ക് അവരുടെ സുഖം മുഖ്യമല്ല. കുറച്ച് മുന്നേ അങ്ങനെയല്ലായിരുന്നു. അവർക്ക് സുഖമാവണമെന്ന് കരുതിയിട്ടാണ് അവർ ഭഗവാനെ ആശ്രയിച്ചത്. പക്ഷെ ഇപ്പോൾ അവർക്ക് അവരുടെ സുഖം മുഖ്യമല്ല. ഭഗവാൻ ദുഃഖിക്കരുത് എന്നാണ്. അവരുടെ ദുഃഖം അവർക്ക് പ്രശ്നമില്ല, പക്ഷെ ഭഗവാന് തങ്ങൾ കാരണം ദുഃഖം ഉണ്ടാവരുത്. ഈ ഭാവമായി എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ അവിടേക്ക് ആവിർഭവിച്ചു. താസാം ആവിരഭൂത ശൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരസ്രഗ്വി സാക്ഷാൽ മന്മഥ. മന്മഥൻ പോലും തോറ്റുപോകും. കോടി മന്മഥ ലാവണ്യത്തോടു കൂടി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും ആ ഗോപസ്ത്രീകളെ ഓടിച്ചെന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഏതുപോലെ ഇവിടെ ശ്രദ്ധിക്കണം. യോഗീവാനന്ദ സംപ്ലുത. അവർക്ക് ഭഗവാനെ കണ്ടപ്പം എങ്ങനെയുള്ള ആനന്ദം ഉണ്ടായത്? യോഗീശ്വരന്മാർക്ക് ബ്രഹ്മതത്വം ധ്യാനിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതി ആണ് യോഗീവാനന്ദ സംപ്ലുത. അവർ ഓടിച്ചെന്നു ഭഗവാന്റെ അടുത്തേക്ക്. എങ്ങനെ? ഒരു സ്ത്രീ പുരുഷൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് പോലെ അല്ല. പ്രാജ്ഞം പ്രാപ്യ യഥാ ജന. നല്ല ജിജ്ഞാസുവായിട്ടുള്ള ശിഷ്യന് സദ്ഗുരുനാഥനെ കണ്ടാൽ എത്ര കണ്ട ആശ്വാസം ഉണ്ടാവും. അതുപോലെ മരുഭൂമിയിൽ ദാഹിച്ചിരിക്കുന്ന സമയത്ത് വെള്ളം കണ്ടാൽ ഇതാണ്, വെള്ളമായിട്ട് വരികയാണ് ഒരാൾ, അയാളെ കാണുമ്പോൾ എത്ര ആശ്വാസം ഉണ്ടാവും. മാറാരോഗം, അതിന് അസുഖം, അതിന് മരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ മരുന്നുമായിട്ട് ഒരു വൈദ്യർ വരികയാണ്, എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഓടിച്ചെന്നു ഭഗവാന്റെ അടുത്തേക്ക്. അവരവരുടെ വേഷ്ടി അവിടെ ഇട്ടു, അതിലാരിരുന്നു. യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്ന ഭഗവാൻ ഈ ഗോപസ്ത്രീകളുടെ ആ വേഷ്ടിയിലിരിക്കുക പറഞ്ഞാൽ അവരുടെ ശുദ്ധ ഹൃദയം മനസ്സിലാക്കിയിരിക്കുകയാണ്. അവരുടെ അജ്ഞാനം പോയി, അഹന്ത പോയി എന്ന് കണ്ടപ്പോൾ അവിടെ ഇരുന്നു. ഓടി വന്ന ആ ഗോപസ്ത്രീകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുക ഭഗവാനോട്. ഈ ലോകത്തെ കൃഷ്ണ പലതരത്തിലെ ആളുകൾ, ചിലരങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും 1, ചിലരങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കും 2, ചിലരങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കില്ല 3. ഇതിലേതാ കേമം? അതല്ല ചോദ്യം. ഇതിലേതാ അങ്ങ് പെടുക? അങ്ങനെ അങ്ങോട്ട് ചോദിക്കണ മോശമല്ലേ? അപ്പോൾ ഏതാ കേമെന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, ഇതിലിപ്പോൾ ഏതാ കേമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കും. ഈ ലോകത്ത് അധിക സ്നേഹം അങ്ങനെയാണ്. അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ട്, ഇല്ലെങ്കിൽ ഡൈവേഴ്സ്, അത്രയേ ഉള്ളൂ. അതിപ്പം വലിയ കേമായിട്ടുള്ള സ്നേഹമൊന്നും ഞാൻ പറയില്ല. ലോകം നിന്ന് പോകാൻ അതൊക്കെ മതി, അത്രയേ ഉള്ളൂ. അത് ഉദാത്തമായ സ്നേഹം എന്ന് പറയാൻ വയ്യ.
പിന്നൊന്ന് അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കും. നല്ല സ്നേഹം അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ഇങ്ങോട്ടുണ്ടോ നോക്കിയിട്ടല്ല അങ്ങോട്ട് സ്നേഹിക്കേണ്ടത്. അത് നമ്മുടെ കടമ ചെയ്യേണ്ടതാണ്. സ്നേഹിക്കുക എല്ലാവരെയും, അതാണ് വേണ്ടത്. അത് അമ്മമാരെ പോലെ അങ്ങനെയാണ്. മക്കൾ ഇങ്ങോട്ട് സ്നേഹിക്കുമോ നോക്കിയിട്ടൊന്നുമല്ല. മനുഷ്യൻ്റെ കാര്യമില്ല കേട്ടോ, പക്ഷികളും മൃഗങ്ങളുടെ കാര്യം. മനുഷ്യന് മുന്നേ ഇങ്ങോട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ മൃഗങ്ങളും പക്ഷികളൊന്നും അങ്ങനെയല്ല. അവർ എപ്പോഴും തങ്ങളുടെ കടമയാണ് ആവണത് വരെ, അത് ഒരു പ്രായം ആവണത് വരെ എന്ത് ചെയ്യും? ആ മക്കളെ സംരക്ഷിക്കും, സ്നേഹിക്കും. തൻ്റെ ജീവൻ ത്യജിച്ചിട്ടാണെങ്കിലും രക്ഷിക്കും. ഇങ്ങനെ സ്നേഹിക്കുക വേണ്ടത്. ഇനി മറ്റൊന്ന്, ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കില്ല. അങ്ങനെയുള്ളവരുണ്ട്. അവർ നന്ദില്ലാത്തവരാണ്. ഇനി എല്ലാവരും മോശക്കാരാ വിചാരിക്കേണ്ട. ആത്മാരാമന്മാരും അങ്ങനെയാണ്. ചിലർക്ക് അവർക്ക് മര്യാദ, ലോകമര്യാദ ഒന്നും ഉണ്ടാവില്ല. സുഖമാണോ ചോദിച്ചാൽ ഇങ്ങോട്ട് സുഖമാണോ ചോദിക്കൊന്നുമില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് ചോദിച്ചോളൂ അങ്ങനെ പറഞ്ഞോളൂ ഒന്നുമില്ല. അത് കരുതിയിട്ട് അവർ മോശക്കാരാ വിചാരിക്കേണ്ട. അവർക്ക് അങ്ങനെ, അവരാരെയും ആശ്രയിക്കുന്നില്ല. അവർക്ക് എല്ലാവരോടും സ്നേഹക്കുറവൊന്നുമില്ല. എല്ലാവരെയും അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഏതിലാണെണെങ്കിൽ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ്. ഈ മൂന്ന് കൂട്ടത്തിലും അല്ല. എനിക്ക് സ്നേഹമല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ഒരു ഗോപിക ചോദിച്ചു, ഓ അതുകൊണ്ടാവും ഇത്ര നേരം കാണാണ്ടിരുന്നത്, നല്ല സ്നേഹമല്ലേ? അപ്പം പറഞ്ഞു, ഇതന്നെയാ കാര്യം. ഞാൻ നിങ്ങളുടെ ഒപ്പമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വന്നു. എനിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ളത് കുറഞ്ഞു വന്നപ്പം ഞാൻ മാറി വന്നതാ. മാറി നിൽക്കുമ്പോൾ സ്നേഹം കൂടും. ഒപ്പം ഇരുന്നാൽ എന്ത് പറ്റും? അതിപരിചയാത് അവജ്ഞ എന്ന് പറയും. അധികം പരിചയമായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവജ്ഞ ഉണ്ടാവും. ആദ്യമൊക്കെ വലിയ കേമത്തൊക്കെ തോന്നും. പിന്നെ അടുപ്പം കൂടി വരുമ്പോൾ എന്തായി? കേമത്വം കുറഞ്ഞു പിന്നെ എന്നെക്കാൾ കഷ്ടമായ ആൾ എന്നാവും. അയാൾക്ക് കഷ്ടമായതൊന്നുമല്ല. പക്ഷെ നമുക്കിങ്ങനെ പരിചയം കൂടി വരുമ്പോൾ എന്ത് പറ്റും? കേമത്വം കുറഞ്ഞു വരുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് എപ്പോഴും അടുത്തിരിക്കുമ്പം സ്നേഹം കുറയും. ഒന്ന് വിട്ടു നിൽക്കണം. സ്നേഹം കുറയണമെന്ന് തോന്നി ഒന്ന് മാറി നിൽക്കുക നല്ലത്. പിന്നെ വരുമ്പോഴോ കുറച്ച് സ്നേഹം ഉണ്ടാവും എന്നാണ്. അത് ഈ രക്ഷിതാക്കളോടൊക്കെ മക്കളെ കാര്യം ചോദിച്ചാൽ മനസ്സിലാവും. അടുത്തുള്ള മക്കളെ പറ്റുന്നും വലിയ മതിപ്പൊന്നുമില്ല. ദൂരത്തുള്ള മകനെ എവിടെയാണ്? ആസ്ട്രേലിയയിലെ തിരുമേനി. ആ ചുണ്ടൊക്കെ അങ്ങനെ മലർന്ന് എന്താ പറച്ചില്ല. രണ്ടാമത്തെ വാട ചെന്നൈയിലെ ടി നഗറിലാണ്. അയാളെ നോക്കണത്. അയാളെ പറ്റി പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല. മറ്റത് 3 കൊല്ലം 10 കൊല്ലം കൂടുമ്പോൾ വന്ന് വല്ല വേഷ്ടി മുണ്ടും കൊടുത്ത് പോവും, തറഞ്ഞേ ഉള്ളൂ. എന്നാലും പറയാൻ ഇഷ്ടം അയാളെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ദൂരത്തായതുകൊണ്ടാണ്. അടുത്തെത്തിയാൽ പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും വിട്ടു നിൽക്കുമ്പോൾ സ്നേഹം കൂടും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ഒന്ന് കൂടാൻ വേണ്ടി ഞാൻ മാറി നിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഭഗവാൻ അവരുടെ കൂടെ വീണ്ടും നൃത്തം വെച്ചു. അതാണ് രാസക്രീഡ. അങ്ങനെ ഭഗവാൻ നൃത്തം വെച്ചു. അതിവിടെ വർണ്ണിക്കുകയാണ്. ഏതുപോലെ? സമയല്യ എന്നാണ്. പാദന്യാസൈഹി ഭുജവിദുതിഭിഹി സസ്മിതൈർഭ്രൂവിലാസൈഹി ഭജ്യൻ മധ്യൈശ്ചലകുചപടൈഹി കുണ്ടലൈഹി ഗണ്ഡലോലൈഹി ഭജ്യൻ മധ്യൈശ്ചലകുചപടൈഹി കുണ്ടലൈർഗണ്ഡലോലൈഹി സിദ്ധ്യൻ മുഖ്യഃ കപരടശനാഗ്രന്ഥയഃ കൃഷ്ണവദ്ധോ ഗായന്ത്യസ്തം തടിത ഇവത മേഘചക്രേ വിരേജുഹു. മേഘവും മിന്നലും പോലെ. മേഘം ഭഗവാൻ, നീലമേഘശ്യാമളൻ. മിന്നൽ ഗോപിക. ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ. ഇങ്ങനെ ഭഗവാൻ ആ ഗോപികളുടെ കൂടെ നൃത്തം വെച്ചു. നൃത്തം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്ന് കാണിക്കാനാണ്. കാലമില്ല, സമയമില്ല, ഒന്നുമില്ല. എത്ര നേരം എന്നറിയില്ല. നൃത്തം വയ്ക്കുന്നത് ലജ്ജ പോകുമ്പോഴാണ് നമ്മൾ കൈയടിക്കുന്നതും പാട്ട് പാടുന്നതും നൃത്തം വയ്ക്കുന്നതൊക്കെ എപ്പോഴാണ്? തീരെ അഭിമാനം ഇല്ലാണ്ടിയാകുമ്പോഴാണ്. അതുപോലെ ആനന്ദത്തെ പറ്റി പറയാനാണ് ആനന്ദ നൃത്തം എന്നാണ് പറയുന്നത്. ആനന്ദത്തെ പറ്റി പറയാൻ സാധിക്കില്ല. മൂകാസ്വാദനവത് എന്ന് പറയും. മിണ്ടാൻ പറ്റുന്ന ആളാണെങ്കിൽ പോലും അനുഭവം നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞു പാൽപ്പായസം കഴിച്ചിട്ട് എങ്ങനെയാണ് വർണ്ണിക്കുക? മിണ്ടാൻ വയ്ക്കുന്ന ആളാണെങ്കിൽ തന്നെ പറ്റില്ല. ഇനി മിണ്ടാനും കൂടി വയ്യെങ്കിൽ എന്തായിരിക്കും? അയാൾ എങ്ങനെയാണ് പറയുക? അയാൾ നൃത്തം വയ്ക്കും ആണ്. അത്രേ പറ്റുള്ളൂ. ഇതുപോലെയാണ് ഈ ആനന്ദം. അത് കാണിക്കാനാണ് നൃത്തം വെച്ചു. യഥാർഭകസ്വപ്രതിബിംബ വിഭ്രമഃ. ആ ഗോപികൾ ആ അനുഭവം, അനുഭൂതി, രസം അവരനുഭവിച്ചു. ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു. നമ്മളൊരു ആക്ഷേപം പറയേണ്ട കരുതി ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഏതുപോലെ? യഥാർഭകഃ സ്വപ്രതിബിംബ വിഭ്രമഃ. ഒരു കുട്ടി, ആ കുട്ടിയെ ഒരു മുറിയിലിട്ട് നമ്മൾ അടച്ചു. ആ മുറിയിൽ മൊത്തം കണ്ണാടിയാണ്. ധാരാളം കണ്ണാടികളുണ്ട്. ആ കുട്ടി നോക്കുമ്പോൾ എന്താ കാണുക? തന്നെ അങ്ങനെ കാണും. അത് നോക്കി ആര് ചിരിക്കും, കളിക്കും. ആ കണ്ണാടികളിൽ കാണുന്ന പ്രതിബിംബത്തിനെ നോക്കിയിട്ട് ആ കുട്ടി കളിക്കും, ചിരിക്കും. അത് കുറ്റമായിട്ട് നമ്മൾ പറയാറുണ്ടോ? അതാരെയാണ് കാണുന്നത്? അതിനെ തന്നെയാണ്. ഭഗവാൻ ബിംബം, ഗോപികൾ മുഴുവൻ പ്രതിബിംബം. നമ്മളും എന്താ? പ്രതിബിംബങ്ങളാണ്. ഭഗവാനേ ഉള്ളൂ, നമ്മളൊക്കെ പ്രതിബിംബമാണ്. അത് കുറ്റമായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമ. ഒരു കുട്ടി തൻ്റെ പ്രതിബിംബത്തിൻ്റെ കൂടെ കളിക്കുന്നത് പോലെ. അതുകൊണ്ട് ആക്ഷേപം പറയേണ്ട കാര്യമില്ല. എങ്കിലും ഇവിടെ പരീക്ഷത്ത് നമുക്ക് വേണ്ടി ആ ചോദ്യം ചോദിച്ചു. എന്നാലും ഭഗവാൻ മറ്റുള്ളവരെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല, അന്യൻ ഇല്ല. ഇതാണ് ഭഗവാൻ അല്ലാണ്ട് വേറൊന്നുമില്ല എന്ന് എത്ര പ്രാവശ്യം പറയണു. പിന്നെ ഭഗവാൻ വേറുള്ളവരെ സ്പർശിച്ചു പറഞ്ഞാൽ പലതുകളില്ലല്ലോ. നേഹ നാനാസ്തി കിഞ്ചന. അല്ല, അങ്ങനെ പറഞ്ഞു അവർ
ഭർത്താക്കന്മാരുള്ളവരാണ്, എന്നിട്ട് രാത്രി സമയത്ത് നൃത്തം വയ്ക്കുക പറഞ്ഞാൽ അതിപ്പം അങ്ങ് ആ ഭഗവാനെ പുരുഷൻ എന്നുള്ള മട്ടിൽ ഒതുക്കിയോണ്ടാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പം അങ്ങനെ തോന്നിയത്? അതല്ലേ സ്ത്രീ പുരുഷ വ്യത്യാസം കണ്ടിട്ടല്ലേ ഭഗവാൻ പുരുഷനാണ് ആര് പറഞ്ഞു? സ്ത്രീയുടെ സ്ത്രീത്വവും ഭഗവാനാണ്, പുരുഷൻ്റെ പുരുഷത്വവും ഭഗവാനാണ്. സ്ത്രീയിലും ഉണ്ട് ഭഗവാൻ, പുരുഷനിലും ഉണ്ട് ഇല്ലേ? സ്ത്രീയിൽ ഭഗവാനില്ല പറയാൻ പറ്റുമോ? അതാ കുഴപ്പം. പുരുഷനായിട്ട് ചിത്രം വരയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ, വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കണോ? ചിലതല്ലാത്തത് കൊണ്ട് കിട്ടോ, പകുതി സ്ത്രീയും പകുതി പുരുഷനായും കൊണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ കാണാം. എല്ലാം ഉണ്ട് ഭഗവാനിൽ, പുരുഷനും ഉണ്ട് സ്ത്രീയും ഉണ്ട് എല്ലാം ഉണ്ട്. അതുകൊണ്ട് പുരുഷൻ എന്നുള്ള മട്ടിൽ ഒതുക്കുമ്പോഴാണ് ഈ കുഴപ്പം. ഭഗവാനായിട്ട് കണ്ടിട്ട് ആർക്കും ആശ്രയിക്കാലോ. എല്ലാവരും എൻ്റെ കൃഷ്ണൻ തന്നെയല്ലേ പറയാറ്. ശ്രീലകത്ത് നോക്കിയിട്ട് ഗുരുവായൂർ പോയാൽ എന്താ പറയുക? ഭർത്താവ് എന്താ പറയുക? എൻ്റെ കൃഷ്ണ. ഭർത്താവ് മാറി നിന്നു. ഭാര്യ വന്ന് എന്താ വിളിക്കുക? ഭർത്താവിൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുമോ? ഇല്ല, എൻ്റെ കൃഷ്ണ. ഭർത്താവിന് പരാതി ഉണ്ടോ? ഭർത്താവിനൊരു പരാതിയില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ എല്ലാവരുടെയാണ്, അവളുടെയാണ്, എൻ്റെയാണ്, മക്കളുടെയാണ്, മുത്തച്ഛൻ്റെയാണ്, എല്ലാവരുടെയാണ്. ഒരാക്ഷേപവുമില്ല. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് എൻ്റെ കൃഷ്ണ വിളിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കാരണം ശ്രീലകത്തേക്ക് നോക്കിയിട്ട് വേറെ എവിടെയും നോക്കി വിളിച്ചാൽ ഇവരറിയും. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം എല്ലാവരുടെയാണത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എന്താ അത് മറക്കണത്? അവിടെ ഇല്ലേ കുഴപ്പം? പിന്നെ അങ്ങ് മനസ്സിലായിക്കോളൂ. നമുക്കുള്ള മറുപടിയാണ് നാ അസൂയൻ ഖലു കൃഷ്ണായ. ഒട്ടും വിഷമിക്കേണ്ട. ചിലരിത് മനസ്സിലാക്കി. ഗോപസ്ത്രീകളെ കാണാനില്ല, അവർ അവിടെ നൃത്തം വയ്ക്കുന്നുണ്ടോ സംശയം എന്നൊക്കെ പറഞ്ഞ് അവർ ചൂട്ടൊക്കെ കത്തിച്ച് ഗോപന്മാരെടുത്ത് വന്ന് അന്വേഷിച്ചു. നോക്കൂ, നിങ്ങളെ ഭാര്യമാരൊക്കെ വീട്ടിലല്ലേ നോക്കൂ പറഞ്ഞു. അവർ നോക്കി. മന്യമാനാഹ സ്വപാർശസ്ഥാൻ സ്വാൻ സ്വാൻ ദാരാൻ വ്രതൗകസ. അവർ പറഞ്ഞു, എന്തിനാ പരിഭ്രമിക്കണു, ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്താണ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് പോരെ, ഇനെന്തും പരാതി ഉണ്ടോ? പിന്നെന്തിനീ വിഷമം? അത് ഭഗവാൻ അവർക്ക് വേറൊരു ശരീരം കൊടുത്ത് ആ ആനന്ദം അനുഭവിച്ചു. ആദ്യ കഥ പറയുമ്പോൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പരീക്ഷത്ത് ഒരാളെ അപമാനിച്ചില്ലേ, കഴുത്തിൽ പാമ്പിനിട്ട സമയത്ത് അയാളെ ശരീരം എവിടെയായിരുന്നു? ശരീരം അവിടെ ഉണ്ടായിരുന്നു, അയാളവിടെ ഇല്ല, ശരീരമാണ് അവിടെ. ഇവരനുഭവിച്ചത് എന്താ? യോഗീവ ആനന്ദ സംപ്ലുത. ബ്രഹ്മാനന്ദം അങ്ങനെയാണ്. ശരീരം ഇവിടെ ഉണ്ടാവും, പക്ഷെ അവരുള്ളിൽ അനുഭവിക്കുന്ന ആനന്ദം നമുക്ക് മനസ്സിലാവും. ആ രസം ആണ് അവരനുഭവിച്ചത്. അത് കാണിക്കാനാണ് ഇതും കൂടി വർണ്ണിച്ചത്. അത് മാത്രമല്ല, ഫലശ്രുതി പറയാണ്, ഹൃദ്രോഗമാശ്വപഹിനോതി അചിരേണ ധീരഹ. ഇതാരാണോ വായിക്കണത്, കേൾക്കണത്, ഈ തത്വം ആരാണോ മനസ്സിലാക്കുന്നത്, അവർക്ക് ഹൃദ്രോഗമില്ലാണ്ടിയാവും എന്ന് പറഞ്ഞാൽ രോഗമില്ലാണ്ടിയാവും. അത് മാത്രമല്ല, സ്ഥൂലമായിട്ട് നോക്കിയാൽ അങ്ങനെ, സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യ, അസൂയ ഇതൊക്കെയാണ് രോഗം. അത് സ്ഥൂലമാകുമ്പോഴാണ് പലതരത്തിലുള്ള പുറമേക്കുള്ള രോഗങ്ങളായിട്ട് മാറുന്നത്. അതൊക്കെ നീങ്ങി ഹൃദയം ശുദ്ധമാവും, ഈ ഭഗവാനെ ലഭിക്കും. അതാണ് രാസക്രീഡ. അതാണ് അവിടെ വർണ്ണിച്ചത്.